ഇന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോൾ നേരെ കോളേജിലേക്ക് തന്നെ കേട്ടോ വന്നത്. അറ്റൻഡൻസ് ഒന്നും കളയണ്ടെന്ന് എഴുതിയിട്ട് ഹോസ്റ്റലൊന്നും കയറാൻ നിന്നിട്ടില്ല. അങ്ങനെ പിന്നെ ക്ലാസ് ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ ഇന്ന് എല്ലാ പീരീഡും ക്ലാസ് ഉണ്ടായിരുന്നു. ഏകദേശം പിന്നെ നല്ലപോലെ വിശക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പോയിട്ട് ഒരു സാൻഡ്വിച്ച് കഴിച്ചു. പിന്നെ ആണെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്ക് ബുക്ക് എന്തോ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ലൈബ്രറിയിൽ പോയി. ലൈബ്രറിയിൽ കുറേ നേരം ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ 120 വരെ ക്ലാസ് ഉള്ളൂ. പിന്നെ ഇന്ന് ഉച്ചക്കാണെങ്കിൽ നല്ല ബിരിയാണിയും പരിപ്പാടയും ഓറിയഷയൊക്കെ ആയിട്ട് നല്ലൊരു ലക്ഷറിയസ് ആയിട്ടുള്ള ലഞ്ച് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കമന്റ് കണ്ടിരുന്നു, കോളേജിൽ ഫുള്ള് പരിപാടികളാണ്, പക്ഷെ പരിപാടി എന്താന്നുള്ളത് പറയുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് 2 പരിപാടികൾ ഉണ്ടായിരുന്നു. ഒരു പരിപാടി എന്താന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. അത് കഴിയാൻ നേരത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു V1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഞങ്ങളെ കോളേജിലെ സ്പോർട്സ് സ്റ്റുഡൻസ് നടത്തുന്നതായിരുന്നു. ഇതാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഇത് മെയിൻലി ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും പിന്നെ അതേപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലുള്ള ആളുകൾക്കും വേണ്ടിയിട്ടായിരുന്നു. ശരിക്കും ഇതൊന്നും മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വയം സന്തോഷിക്കുന്നതിനേക്കാളും എത്രയോ രസമുള്ള കാര്യമാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. അതങ്ങനെ എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. മാത്രമല്ല ഇന്ന് അവിടെ കണ്ട ഓരോ മുഖങ്ങളിലുള്ള സന്തോഷത്തിനും മെയിൻ റീസൺ ഞങ്ങളെ സ്പോർട്സ് ആയിരുന്നു. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ ലേറ്റായി. ഞാൻ വീട്ടിലെത്താനും കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. വീട്ടിലെത്തിയതും ആസ് യൂഷ്വൽ നേരെ പോയത് കിച്ചണിലേക്കാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.